ലോക്സഭയിൽ വലിയ തോതിലുള്ള പ്രതിപക്ഷ വിമർശനം പുതിയ ബില്ലിനെതിരെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് പകരം കൊണ്ടിരുന്ന ബില്ല്, അതിലെ വ്യവസ്ഥകൾ അത് തൊഴിലാളികൾക്ക് ദ്രോഹകരമാണ്. അതുപോലെ തന്നെ തൊഴിൽ ഉറപ്പാക്കുന്ന ഗ്യാരണ്ടി ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാകുന്നു. അങ്ങനെ ഒരുപാട്, അതുപോലെ സംസ്ഥാനങ്ങളുടെ മേൽ വലിയ സാമ്പത്തിക ബാധ്യത കെട്ടി ഏൽപ്പിക്കും വിധം മുൻപുണ്ടായിരുന്ന കേന്ദ്ര പദ്ധതി അങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാക്കി മാറ്റി സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതാക്കി മാറ്റി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ വിഷയമടക്കം ചർച്ച ചെയ്യുന്ന ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ല എന്നുള്ള അവസ്ഥയാണ് പ്രതിപക്ഷ മുന്നണി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്നതുകൂടിയുണ്ട്. അങ്ങനെ തൊഴിലുറപ്പിനെ അട്ടിമറിക്കുന്ന നിർണായകമായ ഈ ബില്ലടക്കം നിരവധി ബില്ലുകൾ അതിവേഗത്തിൽ പാസ്സാക്കാൻ നാളെ പാർലമെന്റ് ശൈത്യകാല സമ്മേളനം അവസാനിക്കുകയാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ ഉല്ലാസയാത്രയിലാണ്. BMW ബൈക്ക് ഓടിക്കുന്ന രാഹുലിൻ്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സുപ്രധാന ബില്ലുകൾ പരിഗണിക്കുന്നതിനാൽ നിർബന്ധമായും ഹാജരാകണം എന്ന കോൺഗ്രസ് വിപ്പ് എല്ലാ കോൺഗ്രസ് MP-മാർക്കും നൽകുമ്പോഴാണ് ആ വിപ്പ് ബാധകമാകാതെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ ഉല്ലാസയാത്ര നടത്തുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുകയും സംസ്ഥാനങ്ങൾക്കുമേൽ കടുത്ത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന നിർണായക ബില്ലുകൾ പാർലമെന്റിലെത്തുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഉല്ലാസയാത്ര. തൊഴിലാളി വിരുദ്ധ ബില്ലിനെതിരെ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇല്ല. പകരം ജർമ്മനിയിൽ ആഡംബരവാഹന നിർമ്മാതാക്കളായ BMW ഫാക്ടറി സന്ദർശിച്ച രാഹുൽ ഗാന്ധി ആഡംബരവാഹനത്തിൽ ചുറ്റിക്കറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. പിന്നാലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. സുപ്രധാന ബില്ലുകൾ പരിഗണിക്കുന്നതിനാൽ 3 ദിവസത്തേക്ക് നേതാക്കൾ നിർബന്ധമായും ഹാജരാകണമെന്ന് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു. ഈ വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉല്ലാസയാത്ര. എന്നാൽ രാജ്യം സുപ്രധാന വിഷയം ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി മുങ്ങുന്നത് ഇതാദ്യമല്ല. 10 വർഷത്തിൽ പാർലമെന്റിൽ വരാതെ 20-ലേറെ വിദേശയാത്രകളാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ഭാരതീയ ന്യായ സംഹിത, CAA, കർഷക സമരം തുടങ്ങിയ സുപ്രധാന ചർച്ചകളിലൊന്നും രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ കണ്ടില്ല. രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലെ കോൺഗ്രസിന്റെ നിരുത്തരവാദ നിലപാടാണ് പ്രതിപക്ഷ നേതാവിന്റെ പാർലമെന്റിലെ അസാന്നിധ്യത്തിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.